ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആകാറായി. എന്നാലും ഞാൻ വിചാരിച്ച് സാറ്റർഡേ ഒരു ഡെയിലി മോർണിംഗ് വ്ളോഗൊക്കെ എടുക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം എൻ്റെ ഒരു ലോങ് പെൻഡിങ് ഒരു ടാസ്ക് എനിക്ക് തീർക്കാനുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ആഴ്ച ആകാറായി ഏകദേശം. പക്ഷേ ഇന്ന് വരെ ഞാൻ എൻ്റെ നാട്ടിൽ കൊണ്ടുപോയ പെട്ടി അത് അൺബോക്സ് ചെയ്തേയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം എന്താ തന്നെ കഴിഞ്ഞ ആഴ്ച 3 ദിവസം ലീവ് കിട്ടി. പക്ഷേ ഒരു കാര്യം ചെയ്യുന്നതിന് വേറെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഇത് ലാസ്റ്റ് എന്നാണ് എൻ്റെ പെട്ടി ലാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിരുന്നു. ഒന്നും നടന്നില്ല. സൺഡേ നൈറ്റായി, പിന്നെ കഴിഞ്ഞു ആഴ്ച. മൺഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഡെയിലി റുട്ടീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിൽ പോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ 8 മണിയാവും. 8 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ ഒരു കാര്യത്തിനും സമയമില്ല. പിന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ തന്നെ എന്തെങ്കിലും വീഡിയോ എടുക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൻ്റെ എഡിറ്റിങ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു പോകും. മൺഡേ ടു ഫ്രൈഡേ മൂഡേ വരില്ല. ആക്ച്വലി നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് തോന്നും 2 ആഴ്ച മുമ്പേ നമുക്ക് നാട്ടിൽ പോകണം. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ക്ഷീണം ഉണ്ടെങ്കിലും എന്തായാലും പെട്ടി എന്തൊക്കെ വെക്കണം, എന്തൊക്കെ കൊണ്ടുപോകണം, ഇതെല്ലാം പ്ലാൻ ചെയ്യും. തിരിച്ച് വരുമ്പോഴത്തേക്ക് അത് അത്രയും തന്നെ ലോ ആവും എനർജി. അതൊരു എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അറിയാം, നമ്മൾ നാട്ടിൽ അല്ലാത്തവർക്ക്, പുറത്തുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു വികാരമാണത്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകുമ്പോൾ എല്ലാവരും പറയും, ഇത്രയും സാധനങ്ങൾ എന്തിനാണ് നീ എടുത്തുകൊണ്ട് വരുന്നത് എന്താ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. എനിക്ക് കുറച്ച് എല്ലാ സാധനങ്ങളും കുറച്ച് കൂടുതൽ എടുത്ത് വെക്കണം, എന്നാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഇപ്പോൾ തുണികളായാലും എന്തായാലും. അതുപോലെ തിരിച്ച് അവിടെ നിന്ന് വരുമ്പോഴും ഓരോരോ കാര്യങ്ങൾ, പൊടികളായാലും അങ്ങനെയുള്ള കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഇത്രയും ലഗേജ് എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അമ്മയൊക്കെ ചോദിക്കും. പക്ഷേ എനിക്കതൊരു സന്തോഷമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അൺബോക്സിംഗ് ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് തുണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് വേറെ വീഡിയോ ഒന്നും രാവിലെ ഇപ്പം എടുക്കാനുള്ള സമയം ഇത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ ഉള്ളൂ. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡെയിലി പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഫീലിങ്, പോകുമ്പോൾ ഒരു ഫീലിങ്. അങ്ങനെയാണ് നാട്ടിൽ പോകാനുള്ള ആ ജോഷിൻ്റെ ഒരു പകുതി ജോഷ് തിരിച്ച് വരുമ്പോൾ ഉണ്ടാവില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതൊരു ചിലപ്പോൾ ഒരു വെക്കേഷൻ മൂഡിൽ പോകുന്നതുകൊണ്ടായിരിക്കും, അറിയില്ല. എന്തായാലും ഒരു ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഡെയിലി റുട്ടീനല്ലേ, നമ്മുടെ ഓഫീസ് അതേ റുട്ടീന്, ഒരു മെക്കാനിക്കൽ ലൈഫ്. രാവിലെ അങ്ങനെ പോകുന്നു, തിരിച്ചു വരുന്നു, ഇത് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ട്രാവലായാലും എനിക്കൊരു 3 മണിക്കൂർ ട്രാവലുണ്ട്. ആ ട്രാവൽ തന്നെ ഒരു പകുതി നമുക്കൊരു ടയർഡ്നെസ് അവിടെ തന്നെ ഉണ്ടാകും. മെട്രോയിലാണ് പോകുന്നതെന്ന് പറഞ്ഞാലും 3 മെട്രോയിൽ സീറ്റ് കിട്ടില്ല. അപ്പോൾ 2 മെട്രോ ചേഞ്ച് ചെയ്ത് പോകണം. അങ്ങനെയൊക്കെയുള്ള പല പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ലൈഫിൻ്റെ പാർട്ടാണ്. അത് എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് ഇങ്ങനെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീക്കെൻഡ് ഞാൻ ഇങ്ങനെ ഒരു ടാസ്കിൽ തുടങ്ങി. ഇതൊന്നെല്ലാം എടുത്ത് വെക്കണം. അങ്ങോട്ട് പോകുമ്പോൾ കുറേ തുണി മേടിച്ചുകൊണ്ട് പോകും. ഇങ്ങോട്ട് വരുമ്പോഴും നാട്ടിലെന്തെങ്കിലും നല്ലത് കണ്ടാൽ അതും മേടിച്ചുകൊണ്ട് വരും ഞാൻ. അങ്ങനെ ഒരു പാർട്ടിയാണ് ഞാൻ. അപ്പോൾ അവസാനം വെക്കാൻ സ്ഥലം കാണത്തില്ല. എന്തൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിയും. കാണുമ്പോൾ മേടിക്കാനുള്ളൊരു കൊതി ഭയങ്കരമായിട്ട് എനിക്കുണ്ട്. അതെനിക്കറിയാം. അതെന്താ അറിയാതെ ഒരു നല്ല ശീലമല്ല എന്ന് പറയും ചിലർ. എന്നാലും നമുക്കൊരോ സന്തോഷം, അതല്ലേ നമ്മളിങ്ങനെ ജീവിച്ചു പോവുക. ആ സന്തോഷത്തിൽ അത്രയേ ഉള്ളൂ. വേറൊരാളെ ബുദ്ധിമുട്ടിക്കാത്ത സന്തോഷങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ജീവിച്ചു പോവുക. അപ്പം ഒരു വീക്കെൻഡ് എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു.